we are starting new chapter, chapter 2, electrostatic potential and capacitance. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ കൺസിഡർ ചെയ്യാം. ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ചാർജിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും വളരെ ലാർജ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിന് ഇൻഫിനിറ്റി എന്ന് വിളിക്കാം. വളരെ ലാർജ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി എന്ന് എടുത്തു. അവിടെ ഒരു പോസിറ്റീവ് ചാർജ് സ്മോൾ ക്യൂ വെച്ചിരിക്കുന്നു. ഇനി ഈ ചാർജിനെ സ്മോൾ ക്യൂ എന്നുള്ള ചാർജിനെ ഈ ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ചാർജിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് അതിനെ ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ചാർജിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ചാർജിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. അതിനെ പി എന്ന് വിളിക്കാം. അപ്പൊ പി എന്നുള്ള പോയിന്റ് ഈ ക്യൂ എന്നുള്ള ചാർജിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അടുത്തുള്ള ഒരു പോയിന്റ് ആണ്. ഈ പിയിലേക്ക് ഈ സ്മോൾ ക്യൂവിനെ നമുക്ക് കൊണ്ടുവരണം അലോങ് ദിസ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത് അതിനെ പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ പി എന്നുള്ള പോയിന്റ് ഈ ക്യാപിറ്റൽ ക്യൂവിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. പിയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ പിയിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അകന്നു പോകും തോറും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയുന്നു. വീണ്ടും നീങ്ങുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി വീണ്ടും കുറഞ്ഞ് അവസാനം ഇൻഫിനിറ്റി ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി 0 ആകുന്നു. അപ്പോൾ ഇൻഫിനിറ്റി എന്നത് ഉദ്ദേശിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഒട്ടും ആക്ട് ചെയ്യാത്ത ഒരു റീജിയൻ, ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന ഒരു റീജിയൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ ഇൻഫിനിറ്റി എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യൂ എന്നുള്ള സ്മോൾ ക്യൂ എന്നുള്ള ചാർജ് ഇരിക്കുന്ന ആ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ക്യാപിറ്റൽ ക്യൂ എന്നത്. ഇതും ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് പോസിറ്റീവ് ചാർജുകൾക്ക് ഇടയ്ക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ സ്മോൾ ക്യൂ വളരെ ലാർജ് ഡിസ്റ്റൻസിലായതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എക്സ്റ്റേണൽ ഫോഴ്സിന് അതുകൊണ്ട് വർക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഈ പോസിറ്റീവ് ചാർജിനെ ഈ പിയുടെ അടുത്തേക്ക് മൂവ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് ക്യൂ എന്നുള്ള ചാർജിനെ മൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ചാർജ് കുറേയും കൂടി അടുത്തേക്ക് വന്നു. ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ചാർജിന് കുറേയും കൂടി അടുത്തേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പോസിറ്റീവ് ചാർജസിനും ഇടയ്ക്ക് ഒരു റിപ്പൽസീവ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ബ്രിങ് ചെയ്യേണ്ടത് ക്യൂവിനെ പിയുടെ അടുത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ വരുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് QE. ചാർജ് Q ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ പോസിറ്റീവ് ചാർജ് ഈ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ് ക്യാപിറ്റൽ ലെറ്റർ E. അങ്ങനെയാണെങ്കിൽ ഇതിന്മേൽ ഈ ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് QE ആണ്. അതിന്റെ ഡയറക്ഷൻ അതിനെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്താൽ മാത്രമേ Q എന്നുള്ള ചാർജിനെ പിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ QE എന്നുള്ളതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് വർക്ക് ചെയ്താൽ മാത്രമേ പിയിലേക്ക് ക്യൂവിനെ ബ്രിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വർക്ക് ചെയ്ത് ഈ ക്യൂ എന്നുള്ള ചാർജിനെ പിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരുന്ന ചാർജ് ആയിരുന്നു, അതിനെ പിയിലേക്ക് കൊണ്ടുവന്നു. അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വർക്ക് ചെയ്തു. ആ വർക്ക് എന്താണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് പി. ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനായി നമുക്ക് ഈ ചാർജിനെ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ ഇൻഫിനിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇനി വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നിന്ന് വളരെ ലാർജ് ഡിസ്റ്റൻസ് ആണ് ഇത്. ലാർജ് ഡിസ്റ്റൻസിലെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഈ ചാർജിനെ ആദ്യം കൊണ്ടുവരാം. ആ സ്മോൾ ഡിസ്റ്റൻസിന് dr എന്ന് പേര് കൊടുക്കാം. അപ്പൊ ആദ്യം ഈ സ്മോൾ ക്യൂ എന്നുള്ള ചാർജിനെ ഒരു dr എന്നുള്ള ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുകയാണ്.
അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ ഇപ്രകാരം എഴുതാം, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ സ്മോൾ ഡിസ്പ്ലേസ്മെന്റേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് അതിനെയാണ് ഡി ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ. ഇനി ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കേണ്ടത് ഈ ഡയറക്ഷനിലാണ്. അതേസമയം ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നത് ഈ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈനും കൂടി കൊടുക്കേണ്ടതുണ്ട്. ബ്രിങ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണോ, ബ്രിങ് ചെയ്യേണ്ട ഡയറക്ഷൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എഫ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ചാർജ് ഈ ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെയാണ് ഇപ്പോൾ ചാർജ് എത്തി നിൽക്കുന്നത്. ഇനി വീണ്ടും അടുത്ത ഡി ആർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. ഈ ഒരു പോയിന്റിൽ നിന്നും കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഡി ആർ അതിന് മൂവ് ചെയ്യിച്ചു. അങ്ങനെ അപ്പോഴും ഒരു ഡി ഡബ്ല്യു എന്നുള്ള ഒരു വർക്ക് കിട്ടും. വീണ്ടും അടുത്ത ഡി ആർ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള വർക്ക് ഡി ഡബ്ല്യു. അങ്ങനെ ഓരോ ഡി ഡബ്ല്യുയും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ ഡി ഡബ്ല്യുയും ആഡ് ചെയ്യാനായിട്ട് മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് ഇപ്രകാരം എഴുതാം, ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു പി എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ ഇന്റഗ്രൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഇന്റഗ്രലിന്റെ ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് വരുന്നത് അതിന്റെ ഫൈനൽ പോയിന്റ് പി. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു പി എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് വർക്ക് കാണുവാനുള്ള ഇക്വേഷൻ. ദിസ് വർക്ക് ഡൺ ഈസ് against electrostatic repulsive force. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് ആൻഡ് ഗെറ്റ്സ് സ്റ്റോർഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ വർക്ക് എപ്പോഴും എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നത് ആ ചാർജിനകത്ത്. അപ്പോൾ ചാർജ് ക്യൂവിനെ നമ്മൾ മൂവ് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നത് ആ ചാർജിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ യു ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം എഴുതാം, യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു പി എഫ് ഡോട്ട് ഡി ആർ. ഇക്വേഷൻ സെയിം തന്നെ, വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് അവിടെ യു എന്ന് എഴുതി, പൊട്ടൻഷ്യൽ എനർജിയുടെ സിമ്പിൾ യു. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു പി എഫ് ഡോട്ട് ഡി ആർ. നമുക്കിനി ഡെഫിനിഷൻ പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് പി ഇൻ an electric field is the work done by the external force in bringing a charge q from infinity to that point. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്രത്തോളം എക്സ്റ്റേണൽ ഫോഴ്സ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, that is the work done by the external force in bringing a charge q from infinity to that point. അപ്പോൾ ഒരു ചാർജ് ക്യൂവിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ആ വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ വി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ക്യൂ ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ് പി. ഇപ്പോൾ ഒരു ചാർജ് സ്മോൾ ക്യൂ എന്നാണ് നമ്മൾ എടുത്തത്. സ്മോൾ ക്യൂ എന്നുള്ള ചാർജിനെ വളരെ ലാർജ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതിനാവശ്യമായിട്ടുള്ള വർക്കായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നത്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പി ഇൻ an electric field is the work done by an external force in bringing a unit positive charge from infinity to that point. അപ്പോൾ ഇവിടെ ബ്രിങ് ചെയ്യുന്നത് a unit positive ചാർജ് ആണ്. നേരത്തെ നമ്മൾ സ്മോൾ ലെറ്റർ ക്യൂ എന്നുള്ള ഒരു സ്മോൾ ചാർജ് ക്യൂവിനെയാണ്
ബ്രിങ് ചെയ്തത്. അതിന് പകരം ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് +1 കുളൂംബ് എന്ന് വിളിക്കാം. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജ് അത് യൂണിറ്റ് വാല്യൂ ആണ്, അതായത് +1 കുളൂംബ് ആണ് അതിന്റെ വാല്യൂ. അപ്പൊ നേരത്തെ ചാർജിലെ ക്യൂവിന്റെ വാല്യൂ നമ്മൾ +1 കുളൂംബ് എന്ന് എടുക്കുകയാണ്. ആ +1 കുളൂംബ് ഉള്ള ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന P എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനാവശ്യമായി എത്രത്തോളം വർക്ക് ചെയ്യണമോ അതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അതായത് ഇറ്റ് ഈസ് ദ വർക്ക് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ വർക്ക് പെർ ചാർജ്, ദാറ്റ് ഈസ് V is equal to W/Q. അപ്പോൾ ഓരോ +1 കുളൂംബ് ചാർജ്, ഒരു +1 കുളൂംബിനെ കൊണ്ടുവരാൻ എത്രത്തോളം വർക്ക് ചെയ്യണമോ അതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ സ്മോൾ q എന്നുള്ള ഒരു ചാർജ് ആണ് കൊണ്ടുവന്നത്. q എന്നുള്ള ചാർജിനെ കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന വർക്ക് W ആണെങ്കിൽ 1 കുളൂംബിനെ ബ്രിങ് ചെയ്യാനായിട്ട് എത്രത്തോളം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും? അപ്പോൾ 1 q കുളൂംബിന് W ആണ് വർക്ക് എങ്കിൽ 1 കുളൂംബിന് W/Q എന്ന് വരും. അതാണ് ഇവിടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. V is equal to W/Q. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് W പ്രകാരം എഴുതാം. W is equal to Q into V എന്ന് വരും. That is W is equal to QV. അപ്പോൾ Q എന്നുള്ള ഒരു ചാർജ് ഒരു പൊട്ടൻഷ്യൽ V എന്നുള്ള ഒരു പൊട്ടൻഷ്യലിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്മേൽ ചെയ്യപ്പെടുന്ന വർക്കാണ് W is equal to QV. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നോക്കുക. V is equal to W/Q ആണെന്ന് നമ്മൾ കണ്ടു. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് നമുക്ക് എഴുതാം. ഇവിടെ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. Q എന്നുള്ളത് ചാർജിന്റെ യൂണിറ്റ് കുളൂംബ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് ജൂൾ പെർ കുളൂംബ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്നത് വോൾട്ട് ആണ്. അതും ക്യാപിറ്റൽ ലെറ്റർ V എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നൗ പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V is equal to W/Q. W വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ചാർജ് Q എന്നതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. Then potential is also a scalar quantity. ഇപ്പോൾ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V, അതിനെ നമ്മൾ ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ പറയുകയാണ്. So we are discussing the relation connecting potential and electric field. Potential capital letter V, electric field capital letter E. അതാണ് സിമ്പിൾസ്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ അതിന് നേരത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. -infinity to P ഇന്റഗ്രൽ -infinity to P F.dr. ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. അവിടെ വ്യത്യാസം വരുന്നത് നമ്മൾ ബ്രിങ് ചെയ്യുന്ന ചാർജ് Q എന്നുള്ള ഒരു ചാർജിന് പകരം അതിന്റെ വാല്യൂ 1 കുളൂംബ് ഉള്ള ഒരു ചാർജിനെയാണ് നമ്മൾ ബ്രിങ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇക്വേഷനിൽ F നമുക്കറിയാം, ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to QE ആണ്. ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ ആ E എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിൽ Q എന്നുള്ള ചാർജ് ഇരിക്കുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to QE. നമ്മൾ മുന്നേ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചതാണ്, F is equal to QE. അങ്ങനെയാണെങ്കിൽ ഇവിടെ F ന് പകരം നമുക്ക് QE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then W is equal to -infinity to P QE dot dr. ഇനി പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V is equal to W/Q ആണ്. That is V is equal to W/Q. ഇനി ഇവിടെ W, അതായത് വർക്കിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then V is equal to, ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. W ന്റെ പ്ലേസിൽ -infinity to P QE dot dr divided by Q. അപ്പോൾ ഇവിടെ ചാർജ് Q cancelled ആയി. Then we get V is equal to -infinity to P E dot dr. Now this is the relation connecting potential V and electric field E. V is equal to -infinity to P E dot dr. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് E വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, dr എന്നുള്ളതും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇയുടെയും dr-ന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ആണ് പൊട്ടൻഷ്യൽ എന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എപ്പോഴും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി തന്നെയാണ്. V is a സ്കേലാർ ക്വാണ്ടിറ്റി. ഇനി ഈ ഇക്വേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്ന് കരുതുക. നമ്മൾ ചാർജിനെ മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E
യൂണിഫോം ആണെങ്കിൽ പിന്നെ ഇവിടെ വാരിയബിൾ വരുന്നത് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ചാർജിനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ ഡിസ്റ്റൻസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dr എന്നെടുത്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. നമ്മൾ ആ ചാർജിനെ മൂവ് ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് d എന്നെടുക്കുകയാണെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എഴുതി നമുക്ക് ഇപ്രകാരം ഇക്വേഷൻ എഴുതാം. v is equal to E into d. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ E and dr അതിനിടയിലുള്ള ആംഗിൾ വരുന്നത് θ0 ആണ്. Then E dr cos theta, that is E dr cos 0 എന്ന് വരും. cos 0 1 ആയതുകൊണ്ട് ഇന്റഗ്രൽ E dr എന്ന് വരും. ഡോട്ട് അവിടെ നിന്ന് പോകും. ഇന്റഗ്രൽ E dr. ഇനി dr നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക. അതിനെ d എന്ന് r എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം d എന്ന് എടുത്താൽ v is equal to E into d എന്ന് നമുക്ക് സിമ്പിൾ ആയി ഇക്വേഷൻ എഴുതാം. അതിൽ നിന്നും E is equal to v by d എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് E is equal to v by d, then യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് v പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട്. d എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് E is equal to വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E is equal to f by q ആയിരുന്നു. f by q എന്നാണ്. അതിൽ നിന്ന് ന്യൂട്ടൺ പെർ കുളൂംബ് എന്നുള്ള ഒരു യൂണിറ്റ് നമ്മൾ എഴുതിയിരുന്നു. അതിനോടൊപ്പം വോൾട്ട് പെർ മീറ്റർ എന്നുള്ള ഈ യൂണിറ്റും സ്പെസിഫൈ ചെയ്തിരുന്നു. അപ്പോൾ ആ യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നത് E is equal to v by d എന്നുള്ള റിലേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവസാനം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പറയുമ്പോൾ നമുക്ക് v is equal to w by q എന്നുള്ള റിലേഷനും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതിന് ഇലക്ട്രിക് ഫീൽഡുമായുള്ള കണക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ടി വരുമ്പോൾ v is equal to മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു p e ഡോട്ട് dr എന്നുള്ള റിലേഷനും യൂസ് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് v. ഒരു ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റ്സ്, ആ രണ്ട് പോയിന്റ്സിലെയും പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. ആ രണ്ട് പോയിന്റുകളുടെയും പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്ലസ് ക്യൂ എന്നുള്ള ഒരു പോസിറ്റീവ് ചാർജ്, ഈ ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റ്സ് ആണ് പി എന്നുള്ള ഒരു പോയിന്റും ആർ എന്നുള്ള പോയിന്റും. അപ്പൊ പിയിലെ പൊട്ടൻഷ്യലും ആറിലെ പൊട്ടൻഷ്യലും ഡിഫറെന്റ് ആയിരിക്കും. ഈ രണ്ട് പൊട്ടൻഷ്യലുകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. Electrostatic potential difference between two points in an electric field is the work done by the external force in bringing a unit positive charge from one point to other. അപ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളൂംബ് പ്ലസ് 1 കുളൂംബ് ആണ്. അതിനെ R എന്നുള്ള പോയിന്റിൽ നിന്നും, ഇനീഷ്യലി അത് ഇരിക്കുന്നത് R എന്നുള്ള പോയിന്റിലാണ്, അവിടെ നിന്ന് P എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്രത്തോളം വർക്ക് ചെയ്യണം. അപ്പൊ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, പ്ലസ് 1 കുളൂംബ്, ഇതും ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് ചാർജസിനും ഇടയിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആറിൽ നിന്ന് പിയിലേക്ക് ഈ 1 കുളൂംബ് ചാർജിനെ കൊണ്ടുവരുന്നത്. അതിനായി നാം ചെയ്യേണ്ടി വരുന്ന ആ വർക്കിനെയാണ് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് the electric is the work done by the external force in bringing a unit positive charge from one point to other. ഇവിടെ 1 പോയിന്റ്, അതായത് ആറിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായി ചെയ്യേണ്ടി വരുന്ന വർക്ക്, അതാണ് ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. v is equal to മൈനസ് ഇന്റഗ്രൽ r to p e ഡോട്ട് dr. അപ്പോൾ നേരത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തു. അവിടെ ഇൻഫിനിറ്റിയിൽ നിന്നാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാനായിട്ട് ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് പ്ലസ് 1 കുളൂംബ് ചാർജിനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റി ടു പി എന്ന് എഴുതിയത്. ഇവിടെ ഇനീഷ്യലി അത് ഇരുന്നിരുന്നത് R ആണ്, ആറിൽ നിന്ന് പിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇന്റഗ്രൽ ഫ്രം R to P E ഡോട്ട് dr എന്ന് എഴുതി. അവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഈ വർക്ക് ഈസ് against, it is directed opposite to the direction of electrostatic force of repulsion. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇനി പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ, അതായത് ഇൻഫിനിറ്റ് വളരെ ലാർജ് ഡിസ്റ്റൻസിൽ നിന്ന്
പിയിലേക്ക് +1 കുളൂംബിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക്, അതിനെയാണ് നമ്മൾ പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെ വി പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി ആർ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് +1 കുളൂംബിനെ ആറിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക്, അതാണ് ആറിലെ പൊട്ടൻഷ്യൽ. അതിനെ നമുക്ക് വി ആർ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഇഫ് വി പി ആൻഡ് വി ആർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽസ് അറ്റ് പി ആൻഡ് ആർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി പി, ആറിലെ പൊട്ടൻഷ്യൽ വി ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ഇസ് ഈക്വൽ ടു വി പി മൈനസ് വി ആർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പൊട്ടൻഷ്യലുകളുടെ വ്യത്യാസമാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റും നമ്മൾ വോൾട്ടിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ചാർജ് കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നിൽ കൂടുതൽ ചാർജസ് ഉണ്ട്. Q1, Q2, Q3, Q4. അപ്പൊ ഈ 4 ചാർജസ്, പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. ഈ ചാർജുകളുടെ ഇഫക്റ്റ് മൂലം ഈ ഒരു റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനകത്താണ് നമ്മൾ രണ്ട് പോയിന്റ്സ് പി ആൻഡ് ആർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പിക്കും ആറിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ്. ഒരു ടെസ്റ്റ് ചാർജ് ആണ് ഇത്. +Q എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ്. ആ ടെസ്റ്റ് ചാർജിനെ ആറിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക്, ദ വർക്ക് ഡൺ ടു ബ്രിങ് ദ ടെസ്റ്റ് ചാർജ് ഫ്രം ആർ ടു പി, അതിനെയാണ് ആറിനും പിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ദിസ് വർക്ക് ഡൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ടേക്കൺ. അപ്പൊ ഇത് 5 ഡിഫറെന്റ് പാത്ത്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് പാത്തിലൂടെ ബ്രിങ് ചെയ്താലും വർക്കിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. This work depends only on initial position R and final position P. So work done to bring the charge depends only on initial position R and final position P. അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടേക്കാണ് കൊണ്ടുവരുന്നത്, ആ രണ്ട് പൊസിഷൻസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് പാത്തിലൂടെ ചാർജിനെ ബ്രിങ് ചെയ്താലും ഈ വർക്കിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഈ 5 കേസിലും നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ആർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. വർക്ക് ഡൺ ഓൺ എ ടെസ്റ്റ് ചാർജ് Q ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡ്യൂ ടു എനി ഗിവൺ ചാർജ് കോൺഫിഗറേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണിത്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ the path taken. It depends only on its initial and final positions.